ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് ഉൽപ്പന്നങ്ങൾ വേണം. ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിലുണ്ടല്ലോ. ആ ഉൽപ്പന്നങ്ങൾ നിങ്ങളെ കയ്യിൽ വാങ്ങി വെക്കണം. ഉൽപ്പന്നങ്ങൾ ആരെ കൂട്ടിയിട്ട് നമ്മളെ കൂട്ടുകാരൻ നമ്മൾ ആരെയാണോ ബിസിനസ്സിൽ പരിചയപ്പെടുത്തി അവരെ കയ്യിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റും നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റും കൂടെ ചേർത്ത് നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് നിങ്ങളെ കഴിവിന്റെ പരമാവധി എത്ര എന്നൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ പറ്റുമോ. മൈ ലൈഫിൽ ഒരു ഐഡിയ അടിക്കാൻ, ഒരു ഐഡിയ ആക്റ്റീവ് ആവാൻ മിനിമം 5000 രൂപേന്റെ ഉൽപ്പന്നമാണോ. അങ്ങനെ നമുക്ക് മൈ ലൈഫിൽ ഐഡിയ അടിക്കാൻ 3 ഐഡിയ അടിക്കാൻ പറ്റുമല്ലോ. 3 ഐഡിയ അടിക്കണമെങ്കിൽ ഏകദേശം ഒരു 15000 രൂപേന്റെ പ്രൊഡക്റ്റ് മിനിമെങ്കിലും വേണം. എന്നിട്ട് ആ ഉൽപ്പന്നങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ വീട്ടിൽ വെച്ചിട്ട് അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ടുവന്ന ലീഡറെ വിളിച്ചണം. ആദ്യം ചെയ്യേണ്ട ലീഡറെ വിളിച്ചിട്ട് നമ്മൾ ഈ കുറേ ചുവന്ന കുപ്പിയാണ്ടാകാം. ഇത് നമ്മൾ ആദ്യം ഈ മൈ ലൈഫിൽ എങ്ങനെ ആള് വരിക, അവർ ആദ്യം വരും. ആദ്യം വന്ന് നമ്മൾ GTS കേൾക്കും. GTS കേട്ട് നമ്മളെ വീട്ടിൽ വന്ന ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട പണി, നിങ്ങൾ പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി ഈ ചുവന്ന കുപ്പികളൊക്കെ എടുത്തൊന്ന് നോക്കുക. ബ്ലഡ് പ്യൂരിഫയർ, കഫ് നീൽ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഏത് സാധാരണക്കാരനും വിജയിക്കാൻ പറ്റും. നിങ്ങൾ ഇതിൽ വലിയൊരു ക്വാളിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. ബിസിനസ് അത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മളെ കമ്പനി ഉണ്ടാക്കി വെച്ചത്. ഇത് അത് നോക്കുമ്പോൾ ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബ്ലഡ് ശുദ്ധിയാക്കുക. അത് മനസ്സിലായല്ലോ? ഓക്കെ, ബ്ലഡ് ശുദ്ധിയാക്കുക. അത് കഴിഞ്ഞിട്ട് കഫ് നീൽ, അത് കഫ് എന്ന് പറഞ്ഞാൽ ചുമയാണ്, നീൽ എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ ചുമയില്ല, അപ്പൊ ചുമക്കുള്ള സാധനം. അത് കഴിഞ്ഞിട്ട് നോ വേദന. അപ്പൊ പറഞ്ഞാല് നോ എന്ന് പറഞ്ഞാൽ ഇല്ല, വേദന ഇല്ല, അപ്പൊ വേദനക്കുള്ളതാണ്. അപ്പൊ നോ വേദന ബോട്ടിലിന്റെ മുകളിലുണ്ടെങ്കിൽ അത് കുലുക്കി നോക്കുക, അത് ഗുളികാണ്. അപ്പൊ അത് ഉള്ളിൽ കഴിക്കേണ്ട. നോ വേദന എന്ന വേദന ആയിട്ട് മുട്ടുവേദന, പുറം വേദന ഒക്കെ ഉള്ളത് നോ വേദന. അത് കഴിച്ച് നോ വേദന ജെല്ല്. അപ്പൊ നോ വേദനയുള്ള ഭാഗത്ത് തേക്കാനുള്ള ജെല്ല്. നമുക്ക് സിമ്പിൾ. വൂണ്ട് ഹീലിംഗ് ക്രീം, നമ്മളെ ആ വൂണ്ട് പാദത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊള്ളൽ പുറ്റിയും ഉണ്ടെങ്കിൽ അതിന് തേക്കുക. എല്ലാ പ്രൊഡക്റ്റും. 5 സ്ട്രെസ്, അപ്പൊ സ്ട്രെസ്, പിരിമുറുക്കം, ടെൻഷൻ, അതിനുള്ള സാധനം. വെൽ ഹാർട്ട്, അപ്പൊ നല്ല ഹൃദയം. ഇതൊക്കെ ഓരോ പേരിന്റെ മോഡൽ. ഏതൊരു പുതിയ ആളുകളോടും പറയാൻ, നിങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ നോക്കിയാൽ അത് സിമ്പിൾ, എല്ലാ പ്രൊഡക്റ്റിനും സിമ്പിളാ. ഏത് പ്രൊഡക്റ്റ് നോക്കാൻ ആന്റി അലർജി, അലർജിക്ക് ആന്റി ആയി പ്രവർത്തിക്കും. അപ്പൊ അലർജി ഉണ്ടെങ്കിൽ അത് കഴിക്കാം. കവചം എന്ന് വെച്ചാൽ പരിച, നമ്മുടെ ശരീരത്തിന് ഒരു കവചം. ഇങ്ങനെ എല്ലാ പ്രൊഡക്റ്റിന്റെ മേലെ നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലാണ് കമ്പനി നമ്മളെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തത്. ഏതൊരു സാധാരണക്കാരനും വിൽക്കാൻ പറ്റുന്ന രീതി. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളെ ലീഡറെ ഉപയോഗപ്പെടുത്തി നമ്മൾ ആദ്യം ഉപയോഗിക്കാം. വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ്. നിങ്ങൾ ആദ്യം ഒരിക്കലും ഈ ബിസിനസ് വിൽക്കാൻ തീരുമാനിക്കരുത്. പല ആളുകളും ഈ ബിസിനസ് ഉൽപ്പന്നം എടുക്കുന്നതിന്റെ മുമ്പ് സ്റ്റാറ്റസ് വെക്കുന്നത് കാണാം. ഒരിക്കലും നിങ്ങൾ ഈ പണി ചെയ്യരുത്. നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല. ഉൽപ്പന്നം എടുക്കാതെ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചാലുള്ള പ്രശ്നം, നമ്മുടെ ലീഡർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മൈ ലൈഫിൽ വന്ന് പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് തന്നെ കുറേ പ്രൊഡക്റ്റ് അങ്ങ് അയച്ചു കൊടുക്കും. ഈ സ്റ്റാറ്റസ് വെച്ച് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ പല വിളവന്മാരുണ്ട്. ഈ ഒരു 2 പ്രൊഡക്റ്റ് കൊണ്ട് എന്തിനാന്നോ, ഞാൻ 4 ആളോടൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഓൻ കൂടെങ്കിലേ ഇവൻ കൂടൂ, ഓനോട് ചോദിച്ചു നോക്കട്ടെ, ഓൻ പറ്റുമെങ്കിൽ 2 ആളെ പറയും ഇനി കുടുങ്ങിയതാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അതുകൊണ്ട് ആദ്യം സ്റ്റാറ്റസ് വെക്കുക. ആദ്യം മൈ ലൈഫിൽ ഐഡിയ അടുപ്പിക്കുക. ഐഡിയ അടുപ്പിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുക്കണം. കുറച്ച് നമുക്ക് ഉപയോഗിക്കാനും നമ്മളെ വേണ്ടപ്പെട്ട ഒരു വീട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങൾക്കും പല്ല് തേക്കാനും കുളിക്കാനും നിലം തുടക്കാനും ടോയ്ലറ്റ് കാണാനുള്ള അത്യാവശ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ട്, എന്നിട്ട് ആദ്യം ചെയ്യേണ്ട പണി നമ്മളെ വീട്ടിലുള്ള ആളുകൾ ഇത് കേൾപ്പിക്കലാണ്. വളരെ പ്രധാനപ്പെട്ട പണി നമ്മളെ വീട്ടിലുള്ള ആളുകളെ കേൾപ്പിക്കുക. നിങ്ങൾ ലീഡർ ആവണേ ആദ്യം ചെയ്യേണ്ട പണി, നമ്മൾ കുറെ സാധനം എടുത്ത് നമ്മളെ കട്ടിനോട്ടിൽ വെക്കുക, നമ്മളെ കാറിൽ വെക്കുക, വീട്ടുകാരോട് പറയും. എന്താ പറയും, എന്തോ ഒരു പരിപാടി, എന്തോ ഒരു കളിയാ. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ഇത് പല ആളുകളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എങ്ങനെ ചെയ്യേണ്ടത്, ഈ ഉൽപ്പന്നങ്ങൾ ഈ ഒരു ലീഡർ ചെയ്യേണ്ട പണി എന്താന്ന് പറഞ്ഞാൽ, ആ ഡിസ്ട്രിബ്യൂട്ടർ കൈപിടിച്ചിട്ട് നിങ്ങളെ സ്റ്റോറിൽ കൊണ്ടുപോവാ. ഐഡി അടിക്കലാരാ? ഐഡി നിങ്ങൾ അടിക്കണ്ട. നമുക്ക് ഒരാളെ കോൺഫിഡൻറ്റിൽ ഇത് കയറ്റണമെങ്കിൽ സാറേ മൊബൈൽ എടുക്ക്. മൊബൈൽ MI ലൈഫ് സ്റ്റൈലിന്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കയറിയാൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. എന്നിട്ട് അത് അടിച്ചിട്ട് അതിൽ നിങ്ങളെ സ്പോൺസർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അടുപ്പിക്കാം. എന്നാലും അവർക്ക് കോൺഫിഡൻറ്റ് കിട്ടും. അവരെ കൊണ്ട് എന്ത് ചെയ്യാം, ഐഡി അടുപ്പിക്കാം.
ഒരു ഐ ഡി നിങ്ങൾ അടിച്ചു കൊടുക്കുക, അല്ലെ ഫസ്റ്റിൽ ഐ ഡി അടിച്ചിട്ട് രണ്ടാമത്തെ ഐ ഡി അവരെ കൊണ്ട് അടുപ്പിക്കുക. എന്നിട്ട് അവരോട് ആധാർ കാർഡ് വാങ്ങുക, എന്നിട്ട് പാസ്ബുക്ക് വാങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുപ്പിക്കുക, എന്നിട്ട് കമ്പനിക്ക് മെയിൽ ചെയ്ത് വെക്കുക. ഇത് സാറേ നിങ്ങളെ ആധാർ കാർഡ് അപ്രൂവ്ഡ് ആയിട്ടോ. അപ്പൊ ഒരു പച്ച മാത്രം വന്നിരുന്നു, അടുത്ത KYC പാൻ കാർഡോ അല്ല, സാറേ ഒന്നും കൂടെ അയക്കണം. എന്നിട്ട് എല്ലാ കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്കൊരു കോൺഫിഡന്റ് ലെവൽ, ആപ്ലിക്കേഷൻ ഉണ്ട്, ഞാൻ വന്ന ഡേറ്റ് ഞാൻ അതിൽ കാണുന്നുണ്ട്, എൻ്റെ ആപ്പ് ഇതാലേ, തുറന്നു. രണ്ടാമത്തെ ദിവസം ഓന് എന്തോ ഓപ്പൺ ചെയ്ത് പാസ്വേഡ് മറന്നുപോയി, പാസ്വേഡ് ഇതാണ്, പാസ്വേഡ് മറന്നുപോയിട്ടുണ്ട്, ഇത് അടിച്ചു വെക്കുക, ഓനെ കൊണ്ട് ഓപ്പൺ ആക്കുക. എന്നിട്ട് അവനെയും കൊണ്ട് നമ്മൾ സ്റ്റോറിൽ പോവാം. സ്റ്റോറിൽ പോയിട്ട് ഞാൻ സ്റ്റോറിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ഇങ്ങനെ പോയ സമയത്ത് ഒരാൾ 5000 രൂപക്ക് അതിന് ഉൽപ്പന്നം എടുക്കുക. എൻ്റെ തുടക്ക സമയത്താണ്. അയാൾ ബില്ല് മൂപ്പരെന്നെ എഴുതി ഉണ്ടാക്കി, അവിടെ പോയ ഒരു ഫോം ഉണ്ട്, ഫോമിൽ എഴുതി ഉണ്ടാക്കണം. എഴുതി ഉണ്ടാക്കിയ സമയത്ത് ഒരാൾ ഗുഡ്സിൽ വന്നിട്ട് സാധനം കൊണ്ടുപോകുന്നുണ്ട്, വേറൊരാൾ വന്ന് കാറിൽ 5-8 ബോക്സ്. അല്ല ഇവരൊക്കെ എന്താ, ഞാൻ പറഞ്ഞ ബിസിനസ്, അത് എത്ര പൈസ ഉണ്ടാ? പറയുന്ന ഒരാൾ ചോദിച്ചു, ഞാൻ 60,000 രൂപ പ്രോഡക്റ്റ് എടുത്തു, ഗുഡ്സ് കൊണ്ടുപോയ ആള് 90,000 രൂപ പ്രോഡക്റ്റ് എടുത്തത്. അപ്പൊ അയാളെ കയ്യിൽ അയാൾ 5000 രൂപക്ക് അതിന് എടുക്കണം എന്ന് വിചാരിച്ചത്. ഇവരൊക്കെ 1,80,000 എടുക്കുമ്പോൾ ഇപ്പൊ എന്നോട് അയാൾ ഇങ്ങോട്ട് വരുമ്പോ എന്നോട് പറയാണ്, സാറേ ഞാൻ 5000 രൂപക്ക് എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ അയാൾ 1,00,000 എടുക്കുമ്പോൾ ഞാൻ എങ്ങനെ എടുക്കാണ്ട, അങ്ങനെ കേട്ടോ ഞാൻ 3 ഐഡി ആക്റ്റീവ് ആക്കിയെന്ന്. നമ്മളെ പ്രശ്നം തന്നു, നമ്മൾ വാങ്ങി കൊണ്ട കൊടുക്കുക. നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുത്ത് ഈ പ്രൊഡക്റ്റും അവർക്ക് അറിയില്ല, ഈ സ്റ്റോറും അവർക്ക് അറിയില്ല, ഇത് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അങ്ങനെ അവരെ കൊണ്ട് ചെയ്തിട്ട് ആദ്യം ചെയ്യേണ്ട പണി അവരെ വീട്ടിൽ വെച്ചിട്ട് ഈ നിങ്ങൾ അപ്ലൈൻ പോയിട്ട് നിങ്ങൾ എന്താണോ അടുക്കളയിൽ നമ്മൾ അവിടെ പോകുന്ന സമയത്ത്, ഇപ്പൊ ഞാനാ തുടങ്ങിയെന്ന് വെച്ചാല് എൻ്റെ ഭാര്യ അടുക്കളയിൽ ഉണ്ടാവും, ഞാൻ ബിസിനസ് കുഷു ഇങ്ങനെ പറയാ. അപ്പൊ ഓള് മെല്ലെ പറയും എന്താ പ്രശ്നം എന്നോ, ഓള് കേട്ട പ്രശ്നാ, അതുകൊണ്ട് മെല്ലെ പറയും. ഞാനല്ലേ മെല്ലെ പറയാം, ഞാൻ നന്നായിട്ട് പറയും. ഞാൻ പറയാം എന്തല്ലെന്നോ, ഞാൻ അവരോട് പറയും വൈഫ് എന്താ ചെയ്യുന്നത്, വൈഫ് അടുക്കളയിലാണ്. അത് പ്രശ്നമില്ല, നിങ്ങൾ ഓരോട് പറയും. ഞാൻ പറയും മാഡം നിങ്ങളും വരണം എന്നറിയും. എന്നിട്ട് എന്താന്ന് വെച്ചാൽ അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന കറി വെക്കുകയാണെങ്കിൽ അവരൊരു 10 മിനിറ്റ് അവരോട് വെയിറ്റ് ചെയ്ത് കറി വെച്ച് തീർന്നിട്ടേ നിങ്ങൾ എന്ത് ചെയ്യും, ഭർത്താവാണ് ബിസിനസ് കൂടുതൽ ഭാര്യനെ വിളിക്കാവും. അതെന്താ സംഭവം, ഇവിടെ കുത്തിന് ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ചിന്ത അടുക്കളയിലെ പ്രശ്നം, എൻ്റെ കറി കരിഞ്ഞു പോവോ, കറി ഇതായി പോകുന്നു. അതുകൊണ്ട് കറിയൊക്കെ എടുത്തു വെച്ച് ഫ്രീ ആണോ. എന്നിട്ട് മക്കളുണ്ടോ, 18 വയസ്സായ മക്കളുണ്ടോ, മക്കൾ എപ്പോഴാ പോലെ രാത്രിയാണെങ്കിൽ രാത്രി പോകണം അവരെ വീട്ടിൽ. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട പണം അവരെ ഇരുത്തിയിട്ട് ഈ ബിസിനസ് എന്താണ്, ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുത്തിട്ട് ഭാര്യനെയും ഭർത്താവിനെയും കൃത്യമായിട്ട് പ്ലാൻ കേൾപ്പിക്കണത്. നിർബന്ധമായിട്ട് ചെയ്യേണ്ട പണി ഭാര്യയുടെയും ഭർത്താവിനെയും മക്കളെയും ഇത് കൃത്യമായിട്ട് കേൾപ്പിക്കണം. കേൾപ്പിച്ചിട്ടില്ലേ പ്രശ്നമുള്ള പണി എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഭർത്താവിനെ കേൾപ്പിച്ചാണ് നിങ്ങൾ അടുത്ത് ചായ ഒക്കെ കുടിച്ചു പോയാൽ പുറത്തേക്ക് ഇറങ്ങി വാതിൽ ഒരു അടി കേൾക്കാം, വാതിൽ ഒരടയ്ക്കല് ഭാര്യ എന്നിട്ട് എന്താ പറയുക, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട, ഇങ്ങനെ കുറെ തട്ടിപ്പ് കമ്പനി വന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ അയാളും നെഗറ്റീവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അവരെ സംശയങ്ങൾ കൃത്യമായിട്ട് തീർത്ത് കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾ മൈ ലൈഫ് എന്താണ്, ഇതിലൂടെ എത്ര വരുമാനം കിട്ടും, മക്കളെ നോമിനിക്ക് തലമുറ കിട്ടും, നാളെ നിങ്ങൾ ഇല്ലാണ്ട് പോയാലും നിങ്ങളെ തലമുറക്ക് ഇത് കിട്ടും, ഇത് ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിക്കേണ്ട, ഈ ഉൽപ്പന്നം കഴിക്കണം, ഈ ഉൽപ്പന്നം ഉപയോഗിക്കണം, മക്കൾക്ക് മോനൊരു അലർജി പ്രശ്നം അതിന് ആന്റി അലർജി കഴിക്കണം. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടിയത് ഒരു ബിസിനസ്സാണ്. അങ്ങനെ നിങ്ങൾ രാത്രി പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ, നിങ്ങളൊരു 6 മാസം നമ്മളെ കൂടെ പ്രവർത്തിച്ചാൽ ചെറിയൊരു ടീം ഉണ്ടാവും. ആ ടീമിലൂടെ പ്രവർത്തിച്ച് ആ ടീമിനെ ഇതുപോലെ നമ്മൾ മീറ്റിങ്ങിലും ട്രെയിനിങ്ങിലും കൊടുത്താൽ ആ ടീം വലുതാകുമ്പോൾ നാളെ നമ്മൾ 10 ദിവസം കിടന്നു പോയാൽ നമുക്ക് വരുമാനം കിട്ടും. നമ്മൾ മരിച്ചു പോയാൽ, ഞാൻ മരിച്ചു പോയാൽ ഭാര്യ ആയ നിങ്ങൾക്ക് കിട്ടും, നീ മരിച്ചു പോയാൽ നാളെ നിന്റെ മക്കൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായാൽ അന്ന് രാത്രി ഇവർ തലമന്ത്രം പോലെ പ്രവർത്തിച്ച് പിറ്റേന്ന് രാവിലെ ഇവർ ബിസിനസ് ഇറങ്ങാനാകും. അല്ലെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അവരെ ഫോളോ അപ്പ് ചെയ്യാം, അവരെ മീറ്റിങ്ങിന് പങ്കെടുപ്പിക്കണം, അവരെ ട്രെയിനിങ്ങിന് പങ്കെടുക്കണം, അവരെ കയ്യിൽ നിന്ന് പൈസ മുടക്കിപ്പിക്കണം. ഒരു GTS പോകുന്ന സമയത്ത് 30 രൂപ നിങ്ങളല്ല മുടക്കേണ്ടത്, 30 രൂപ അവർ മുടക്കിയാലേ അവർ അവിടെ ഇരിക്കും. അതല്ലാണ്ട് ഞാൻ ലീഡർ നിങ്ങൾ കൊടുക്കണം, ഞാൻ കൊടുക്കാന്ന് പൈസ കൊടുത്താൽ എന്താന്നോ, അവര് മൊബൈലിൽ നോക്കി ഇങ്ങനെ നിൽക്കും. എന്താ സംഭവം എന്നോ, താല്പര്യം. നിങ്ങൾ 100 റുപ്യ കൊടുത്താൽ, ഞാനൊക്കെ 100 റുപ്യ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 റുപ്യന്റെ സാധന ക്ലാസ് ഞാൻ ഉണ്ടാക്കിയെടുക്കണം. ഇത് 100 റുപ്യ എടുത്തിട്ട് കേൾക്കണം. അതുകൊണ്ട് ഞാൻ ചെവി കൂർപ്പിച്ച് കേൾക്കും. അതുകൊണ്ട് 1 രൂപ പോലും നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ പല ആളുകളും ടീമില്ലാണ്ടായി പോയ പ്രശ്നം, സാറേ അത് ഞാൻ കൊടുത്തോളും,
അതാ പ്രശ്നം. ഏത് നമ്മൾ എവിടെ പോയാൽ, നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ സ്റ്റോറിൽ പോയാൽ ഉള്ള പ്രശ്നം തന്നു, അവിടെ 2 റുപ്യ കൊടുക്കണം ഫോമിന്. ആര് കൊടുക്കണോ? നിങ്ങളെ കീശന്ന് അല്ല, വാങ്ങിക്കോളി, 2 റുപ്യ കൊടുക്കണം, വാങ്ങ്, ലിസ്റ്റ് ഓർക്കുണ്ട്, ഓര് വെട്ടി തീർത്തട്ടെന്ന്. ലീഡർമാരെ കഷ്ടപ്പാട് ഒരു മനസ്സിലാക്കട്ടെ. ഇങ്ങനെ എഴുതിയിട്ട് ബ്ലഡ് പ്യൂരിഫയർ എഴുതി അത് 6000 രൂപ, അപ്പോൾ ഓരോന്ന് വിട്ടു, 2 ഫോം വാങ്ങട്ടെ. ഇങ്ങനെ നമ്മൾ അവരെ പഠിപ്പിച്ചെങ്കിലേ നിങ്ങൾക്ക് ലീഡർ ആവാൻ പറ്റും. ഇവിടെ ലീഡർ ബിസിനസ്സാണ്. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട, ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞ, സാറേ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് നിർബന്ധമാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ലിസ്റ്റ് നിർബന്ധമാണ്. ലിസ്റ്റ് എന്തിനാന്ന് പറഞ്ഞാൽ, നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ വെച്ച് ലീഡർ ചെയ്തു കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് നിങ്ങളെ വീട്ടിലെ വൈഫിനെയും ഹസ്ബൻഡിനെയും മക്കളെയും കേൾപ്പിച്ചാൽ, നിങ്ങൾ അവിടുന്ന് ഒരു നോട്ട്ബുക്ക് എഴുതുക, നമുക്ക് വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കാണ്ട് അതിനുള്ള ലിസ്റ്റ് എഴുതാൻ പറയാം. എത്ര ആളെ ലിസ്റ്റ്? പ്രധാനപ്പെട്ട ഒരു 50 ആളെ പേര് എഴുതാൻ പറയാം. ഒന്നെങ്കിൽ നമ്മൾ ഇരുന്ന് എഴുതിക്കുക, അല്ലെങ്കിൽ അവരെ എഴുതിക്കാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എനിക്ക് പറ്റിയത്, ഞാനിത് ഇതിൽ വലിയ കുളാണ്ടറാണ്, ഞാൻ വലിയ ലീഡറാണെന്ന് വിചാരിച്ചിട്ട് ഓനങ്ങനെ നമ്മൾ എഴുതുമ്പോൾ, എൻ്റെ നാട്ടിലൊരു മൊയ്തീൻ ഖാണ്ട്, അയാൾ വേണ്ടേ, എൻ്റെ നാട്ടിൽ വേറൊരു ദാസേട്ടനും, മൂപ്പര് തേപ്പിനെ പണിക്കണം, മൂപ്പര് വേണ്ട. അത് കഴിഞ്ഞിട്ട് ഒരു രാഘവേട്ടുണ്ട്, രാഘവേട്ടന് ആശാരിപ്പണി, മൂപ്പര് ശരിയല്ല. ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങളെല്ലാം പറഞ്ഞത് എന്താ? ലീഡർ പറഞ്ഞ ലിസ്റ്റ് എഴുതാനാ. എനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ 2 അനുഭവം പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിലെ 2 അനുഭവം, പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൽ 2 അനുഭവം ഞാൻ പറയുന്നത്. അയ്യൂബ് സാർ ഉണ്ടല്ലോ ഒന്ന്, മാഷാ അല്ലാ, അയ്യൂബ് സാർ ഇന്ന് നമ്മുടെ ഇന്ന് നമ്മൾ കേരളത്തിന് പുറത്ത് പോയിട്ട്, കപ്പലിലാണെന്ന് തോന്നുന്നു, ആണോ സാറേ? അല്ല, ഹോട്ടൽ നാട്ടിലെത്തിക്കും തോന്നുന്നു. അപ്പോ അയ്യൂബ് സാറ് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് വന്നത്. എന്തായാലും ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്തായാലും വിചാരിച്ചു, ഞാൻ ഇന്നലെ അരിയേട്ടനോട് പറഞ്ഞ സമയത്ത് അയ്യൂബ് സാർ ഉണ്ടായിരുന്നെങ്കിൽ അയ്യൂബ് സാർ ലക്ഷദ്വീപിൽ പോയ കുറെ കഥകൾ പറയായിരുന്നു. അപ്പൊ എന്തായാലും എൻ്റെ മനസ്സിലെ പ്രാർത്ഥന ദൈവം കേട്ടു, അയ്യൂബ് സാർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീജൈഡ് ചെയ്യുന്ന കാര്യം മാത്രം പറഞ്ഞ് ചായ അടിക്കാൻ കയറിയാൻ തോന്നുന്നത്. അയ്യൂബ് സാറിന്റെ 2 വാക്ക്. എന്തായാലും അയ്യൂബ് സാറേ, നിങ്ങൾ ചിലപ്പോ ഈ ചായ കുടിച്ചാൽ പിരിയും തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും തിരക്കില്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വന്ന അയ്യൂബ് സാറും ടീമുണ്ട്. അയ്യൂബ് സാറും ടീമും ഏകദേശം ഒരാഴ്ച മുമ്പ് നമ്മളെ ലക്ഷദ്വീപില് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ടീമായിട്ടാണല്ലേ. അപ്പോ നമുക്ക് എന്തായാലും അഭിമുഖം എന്ന് പറഞ്ഞോളെ നമുക്ക് കിട്ടിയ മുത്തനെ ചെറുങ്ങനൊന്ന് പരിചയപ്പെടാം എല്ലാവർക്കും വേണ്ടിയിട്ട്. അയ്യൂബ് സാറിന്റെ ഇതാ, അയ്യൂബ് സാറ് വീഡിയോ ബ്ലറിലായിട്ടൊക്കെ ആണ്. അപ്പോ അയ്യൂബ് സാറ് നാട്ടിലെത്തിക്കും തോന്നുന്നുണ്ട്. അപ്പൊ അയ്യൂബ് സാറെ വെൽക്കം. ആ ചായ അടിക്കുന്നതിന്റെ ഇടയിൽ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് ഓൾ. നാട്ടിലെത്തിയിട്ടില്ല, ഷിപ്പിലാണുള്ളത്. ഷിപ്പിലെ ക്യാൻറ്റീൻ ആണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാന്ന് തോന്നുന്നുണ്ട് അല്ലെ? അതെ. സെക്കൻഡ്, ഞാൻ ഒന്ന് സെറ്റിംഗ്സിൽ മാറ്റാൻ പറ്റും നോക്കട്ടെ. അപ്പൊ റേഞ്ച് സിഗ്നൽ കിട്ടി. ഷിപ്പിനുള്ളിലെ ക്യാൻറ്റീൻ ആണ്. അപ്പൊ ചായ കുടിക്കാൻ കയറിയ സമയത്ത് റേഞ്ച് വന്നപ്പം മോർണിംഗ് മീറ്റിൽ ഒന്ന് കയറിയതാണ്. എല്ലാരും ഉണ്ട്. ഞങ്ങള് 1-ാം തീയതി പോയതാണ്. അപ്പോ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാണ്. ദ്വീപിലുള്ളവരൊക്കെ ഇതാക്കണ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നല്ലൊരു ടീം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഫോളോ അപ്പ് ആയിട്ട് ഇനിയും ഓരോ 2 മാസം കൂടുമ്പം തന്നെയെങ്കിലും വീണ്ടും പോകേണ്ടി വരും. അപ്പോ പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോ നിങ്ങൾ ദ്വീപ് എന്നുള്ള കണക്കൊന്നുമില്ല, എവിടെയും നമുക്കൊരു പക്ഷേ നാട്ടിലായിരിക്കും ഇതിനേക്കാൾ എളുപ്പത്തിൽ ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ കൃത്യമായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് എത്ര ദൂരാണെങ്കിലും അടുത്താണെങ്കിലും ഒക്കെ തന്നെ. അപ്പൊ ഇവിടെ കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ ഞങ്ങളവിടെ എത്തിയിട്ട് 8 ദിവസം തീരെ നിൽക്കാൻ സമയം കിട്ടില്ല. രാത്രി 12 മണി വരെ, 11-11:30 മണി വരെയൊക്കെ എല്ലാ ദിവസവും വർക്ക് തന്നെ ആയിരുന്നു, ഫീൽഡ് വർക്ക് ആയിട്ട്. അപ്പൊ ഏതായാലും രാവിലെ മോർണിംഗ് മീറ്റ് എന്നും കയറുന്നതാണ്. അപ്പൊ ഏതായാലും ഇതൊന്ന് സിഗ്നൽ കിട്ടിയ സമയത്ത് ഒന്ന് കയറി നോക്കിയതാണ്. എനിവേ, നിങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. താമരശ്ശേരി GTS നാളെ ഇല്ലാന്ന് കേട്ട സമയത്ത് അധികം സങ്കടമായി. കാരണം ഞങ്ങൾ നാളത്തെ താമരശ്ശേരി GTSന് കണക്കാക്കിയിട്ടായിരുന്നു എത്താൻ വേണ്ടി തീരുമാനിച്ചത്. എനിവേ, ഏതായാലും എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഈ രാവിലെ മോർണിംഗ് മീറ്റിൽ ഇന്ന് ഏകദേശം 455 ആള് ഞാൻ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും അതിരാവിലെ ഇത്രയും ആളുകൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ മോർണിംഗ് മീറ്റിന്റെ പ്രാധാന്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ടീം AIGയിൽ നമ്മുടെ ഈ ഒരു മോർണിംഗ് മീറ്റിനെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ട് മോർണിംഗ് മീറ്റ് നടത്തുന്ന വേറെ ടീമില്ല എന്നുള്ളതാണ്. ഏകദേശം 500 ആളിനടുത്ത് ഈ ഒരു രാവിലെ 500 കപ്പാസിറ്റിയുള്ള ഒരു മോർണിംഗ് സൂമില് കയറുക, കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക, വീഡിയോയിൽ വന്നിട്ട് അതിലൊരു കാര്യം കൂടെ ഉള്ളത്, വീഡിയോയിൽ വരുന്ന ആളുകൾക്കൊക്കെ ടീം നന്നായിട്ട് ബിസിനസ്സിലെ മാറ്റങ്ങൾ കാണുന്നുണ്ടെന്നുള്ള.
ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ടീമിൽ വളർച്ച ഉണ്ടായിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, അതേപോലെ മോർണിംഗ് മീറ്റ് സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും വീഡിയോയിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഗുണം കൂടുതലുണ്ട്. എല്ലാ ആളുകളും വീഡിയോയിൽ ഒരു പക്ഷേ വരാൻ സാധിച്ചോളുന്നില്ല. എന്നാൽ കൂടി പറ്റുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വരികയാണെങ്കിൽ അത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് കേട്ടിരിക്കാൻ ആ ഒരു അറ്റൻഷൻ ഇവിടെ കിട്ടും. അതുകൊണ്ടാണ് ഈ വീഡിയോന്റെ കാര്യം പറഞ്ഞത്. അപ്പം ഏതായാലും ഷാഹിർ സാറിന് നല്ലൊരു ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഹിർ സാറിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് കയറായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാത്രമാണ് കയറിയത്. എന്റെ ഫോണിലാണ് എല്ലാവരും കാണുന്നത്. ഏതായാലും നേരിട്ട് വന്ന് നിങ്ങളൊക്കെ കാണാം. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കടൽ കുറച്ച് റഫ് ആയിരുന്നു. അപ്പൊ ഒരു ദിവസം കൊണ്ട് എത്തേണ്ടത് 2 ദിവസം കൊണ്ടാണ് എത്തിയത്. ഇങ്ങോട്ട് പിന്നെ കണക്ഷൻ ആയിരുന്നു. 2-3 ഐലൻഡ് കവർ ചെയ്താണ് വന്നത്. അതുകൊണ്ട് 2 ദിവസം ഇങ്ങോട്ടും എടുത്തു. 4 ദിവസം ഞങ്ങൾ ജീവിച്ചത് ഈ ഷിപ്പിലാണ്. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം സീനത്ത് മാഡം പറഞ്ഞൊരു കാര്യം, ഈ ബിസിനസിന് വേണ്ടി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. അതായത് കഴിഞ്ഞ പ്രാവശ്യം ദ്വീപ് പോയത് ഫ്ലൈറ്റിലാണ്. ഈ ബിസിനസിന് വേണ്ടിയിട്ട് ഷിപ്പിൽ യാത്ര ചെയ്തു. അത് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നാളുകളിൽ ഞാൻ മുമ്പ് ഉമർസ്ഥാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉമർസ്ഥാദെ, ഞാൻ ഒരു ദിവസം ഡൽഹിയിലായിരിക്കും, നിങ്ങൾ ചിലപ്പം ചെന്നൈ ആയിരിക്കും, ഞാൻ ഹൈദരാബാദ് ആയിരിക്കും, നിങ്ങൾ വേറെ ഏതെങ്കിലും ബോംബെയിലോ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. ഈ ബിസിനസിന്റെ ആവശ്യത്തിന് നമ്മൾ പല ഭാഗങ്ങളിലായിരിക്കും കുറെ കഴിയുന്ന സമയത്ത് എന്ന് പറഞ്ഞു. അത് ഉമർസ്ഥാദ് പറഞ്ഞിട്ട് ഈ അടുത്ത് നിങ്ങൾ പറഞ്ഞ അത്ര സത്യമാണെന്നുള്ളത്. ഞാൻ പറയാണ്, സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ അടുത്തൊരു 3-4 വർഷം കഴിയുമ്പോഴേക്ക് നമ്മൾ പല രാജ്യങ്ങളിലേക്കും, എന്തിന്, ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മളെ കമ്പനി ഇന്റർനാഷണൽ ലെവലിലേക്ക് വലിയ രീതിയിലുള്ള പ്ലാനിങ് ഓപ്പറേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ പല രാജ്യങ്ങളിലായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ശരിക്കും ഈ ബിസിനസ്സിനെ നമ്മൾ കാണേണ്ടത് ഒരുപാട് വലിയ രീതിയിൽ മുന്നോട്ട്, ഇതിന്റെ വിദൂരമായിട്ടുള്ള വളർച്ച നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉണ്ടാവൂ. ഇന്ന് 4 ആളോട് പ്ലാൻ പറഞ്ഞ് ആ 4 ആളൊന്നും വേണ്ടാന്ന് പറഞ്ഞു നാളേക്ക് നമ്മൾ നിർത്തിവെക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ഈ ബിസിനസ് ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ പോലും ഇന്ന് ലീഡർ ആവുന്നില്ല. ഒരു ലീഡർ പോലും പറഞ്ഞ സമയത്ത് അല്ലെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്ത് അവര് ആ ടീം ഡെവലപ്പ് ആയ ചരിത്രം ഇതിനകത്തില്ല. പക്ഷെ അതും സംഭവിക്കും. അടുത്ത 2-3 വർഷം 4-5 വർഷത്തിനുള്ളിലായിട്ട് തീർച്ചയായിട്ടും MI ലൈഫ്സ്റ്റൈൽ നല്ല കമ്പനിയാണെന്നുള്ളതും അതിൽ ഇന്ന ടീം നല്ല ടീമാണെന്നുള്ളതും ഇവരെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫ്യൂച്ചർ രക്ഷപ്പെടും എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആളുകൾ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പണിയെടുത്ത് നമ്മളെ ബേസ്, നമ്മളെ തറ അത് സെറ്റാക്കി എടുത്തേ പറ്റും. അപ്പൊ എന്തൊരു കൺസ്ട്രക്ഷൻ ചെയ്യാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ തറ ഫൗണ്ടേഷൻ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ആക്കേണ്ടത്. അത് എത്രത്തോളം പവർഫുൾ ആണോ അത്രത്തോളം ആ ബിൽഡിംഗ് ഉണ്ടാവും, എത്ര നല്ല ലെവലിൽ നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളെ ഫൗണ്ടേഷൻ ആണ് ഫസ്റ്റ് ടൈം നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റും നമ്മൾ കൊടുക്കുന്ന 1-to-1 നിങ്ങൾ 1000 1-to-1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം എന്താണ് 1-to-1 നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. പിന്നെ ജോയിനിങ് സ്കില്ല് കൂടും, റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് വരും. അപ്പൊ ഫീൽഡ് എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമാണ്. ഇപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, പല ആളുകളും നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മൾ അവരോട് രണ്ടാമത് പോയി കാണുന്ന സമയത്താണ് അവർക്ക് ബോധ്യപ്പെടാത്തതിന്റെ പേരിലാണ് ഈ നെഗറ്റീവ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാകുന്നത്. അല്ലാതെ വേറൊന്നും അല്ല. ഈവൻ ഞാൻ പോലും ഈ ഒരു മേഖലനെ 100% നെഗറ്റീവായി കണ്ട വ്യക്തിയാണ്. അപ്പൊ പിന്നെ മറ്റുള്ള ആളുകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണക്കാർക്ക് എന്നും ഇതെന്താണ്, എന്നും ഒരു മാറ്റിവെക്കപ്പെട്ട ബിസിനസ്സാണ്. പക്ഷെ അവർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അത് അറിയുന്ന ആള് നമ്മളാ. അത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഫ്യൂച്ചർ. നിങ്ങൾ 1 വർഷം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ലൈഫും നിങ്ങളെ ഫാമിലിന്റെ ലൈഫും ഇവിടെ സേഫാണ്. 1 വർഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പണിയെടുക്കുക, പിന്നെ ടീം കൊണ്ടുപോയിക്കോളും. പിന്നെ നിങ്ങൾ സപ്പോർട്ട് കൊടുത്താൽ മതി. ഈ 1-to-1 ജോയിനിങ്ങും ഫോളോ അപ്പും കാര്യങ്ങളും 1 വർഷം നിങ്ങൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, മഴ പെയ്താലും മഞ്ഞ് വന്നാലും ഇനി അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും എന്ന് തീരുമാനിച്ച് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിമം 10 1-to-1 പ്ലാൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു 2 GTS നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി മോർണിംഗ് മീറ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല. നിങ്ങൾ ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി പറഞ്ഞുതരാം, അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങളെ വളർച്ച റോക്കറ്റ് പോലെ ആയിരിക്കും. ഒരു സംശയമില്ല. ഞാനൊക്കെ തുടക്കത്തിൽ അനുഭവിച്ച ആളാ. ഞാനൊക്കെ പ്ലാൻ കൊടുത്ത് ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ ഒരു ജോയിനിങ് വരുന്നതെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ 4 ആളെ കണ്ടു കഴിഞ്ഞാൽ 3 ആൾ ജോയിൻ ചെയ്യും. ആ ലെവലിലേക്ക് നമുക്ക് എന്ത് ചെയ്തു, സ്കില്ല് വന്നു. ഇത് എവിടുന്ന് വന്നതാ? തുടക്കത്തിൽ നമ്മൾ ഓരോ വ്യക്തികളെയും കണ്ട് അവര് പറയുന്ന നെഗറ്റീവ് കേട്ട് തിരിച്ചു പറയാൻ പറ്റാതായി, പിന്നെ അതിന് മറുപടി കണ്ട് അത് കൊടുത്ത് അങ്ങനെ ഓരോന്നും കൊടുത്തും വാങ്ങിയും തന്നെയാണ് എന്ത് ചെയ്തത് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ഫീൽഡിൽ നിന്ന് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്.
തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആ ലെവലിലേക്ക് നിങ്ങൾ ഫീൽഡിൽ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, 1-to-1 നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഹോം മീറ്റിങ്ങുകൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കണം. ഹോം മീറ്റിങ്ങുകളിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജോയിനിങ് വരുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാണാൻ പാടില്ല. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വീട്ടിലും ഹോം മീറ്റിങ്ങുകൾ വെച്ചുകൊണ്ട് വരുന്ന എക്സ്പ്ലോറ പ്രോഗ്രാമിലേക്ക് നിങ്ങളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അച്ചീവ്മെന്റോട് കൂടി നിങ്ങൾ ആ സ്റ്റേജിൽ കയറുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. അപ്പൊ ഒരു 2 വാക്ക് ഞാൻ സിനത്ത് മാഡത്തിന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. മാഡം ഇവിടെ ഉണ്ട്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഒരുപാട് ദിവസമായി മോണിമെന്റിലൊക്കെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട്. സായർ സാറെ ക്ലാസ് കുറച്ച് കേട്ട് സായർ സാറെ ക്ലാസ് മിസ്സാവാതെ കേൾക്കുന്നതാണ്. എന്ന് പോസ്റ്റർ കണ്ടാലും യാത്രയിലാണ്, ഇവിടെ സമയത്താണ് ഒന്ന് കയറാൻ പറ്റിയത്. ഏതായാലും എല്ലാ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്, ലഗേജ് ഒക്കെ എടുക്കണം. അപ്പം എല്ലാ ആളുകൾക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ധാരണ സാറേ. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മളെ ബിസിനസ്സുമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ച് ഷിപ്പിലാണുള്ളത്. കൊച്ചിയിൽ എത്താനായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവരെ ഫാമിലി കാര്യത്തിനല്ല പോയത്, ബിസിനസ്സിനാ പോയത്. അവിടെയും ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ലക്ഷദ്വീപിലും ഒരുപാട് കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനുള്ള പ്ലാനിങ്ങാ. ഇത് വലിയ ഫ്യൂച്ചറാ. എന്തായാലും ഒരുപാട് സന്തോഷം നിറഞ്ഞ അഭിനന്ദനം നേരെയാണ് അയ്യൂബ് സാറിനും ടീമിനും ഒക്കെ. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ ബിസിനസ് എക്സ്പാൻഡേഷൻ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് എന്തായാലും കുറച്ച് സമയമുണ്ട് നമുക്ക് പിരിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ലീഡർ ധാരാനിസ് സാറുണ്ട്, ചേറൂർ സാറുണ്ട്. 2-3 കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവരെയും കൂടെ ഇന്ന് ഈ ഒരു മീറ്റിങ്ങിലേക്ക് എത്തിക്കാം. നമ്മുടെ ലീഡേഴ്സ് ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് കാണാലോ. എല്ലാവരും ഉണ്ട് ഈ മീറ്റിങ്ങിൽ. അയ്യൂബ് സാറെ പങ്കെടുക്കുന്നുണ്ട്, ഷെറൂർ സാർ ഒക്കെ NTC ആൻഡ് ലീഡേഴ്സാണ്. ഞാൻ പറഞ്ഞു നിർത്താം. 2 കാര്യം. നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രീ ജഡ്ജ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ മൈലേഷ്യൽ മാർക്കറ്റിംഗ് 2015 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ലിസ്റ്റിൽ പെട്ട ഒരാളെ പേരാണ് ഷിഹാബ്. ആള് വയനാട്ട് സ്വദേശിയാണ് ഷിഹാബിന്റെ രൂപം എന്ന് പറഞ്ഞത് നല്ല സിമ്പിളായ ആളാണ്. നല്ല ഫുൾ ടൈം ആള് ചെയ്തിട്ട് നല്ല ഷർട്ടും നല്ല പാൻറ്റും കയ്യിലൊരു ബാഗും. ഒരു ബിസിനസ്സിന് എങ്ങനെ നമുക്കൊരാളെ കൊണ്ടുവരാൻ പറ്റും, ഇന്ന് ഒരു ബിജു സാറിന്റെ ഒരു ലുക്ക്, അയ്യൂബ് സാറിന്റെ ഒക്കെ ലുക്കുള്ള നല്ല സ്റ്റൈലിലാള്, നമ്മൾ ഷെയ്ക്കൻ്റെ കൊടുത്താൽ ചാർജ് ഇങ്ങനെ കയറുന്ന ഒരാള്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഷിഹാബ് എന്ന വ്യക്തി. ആ ഷിഹാബ് എന്ന വ്യക്തി, ഞാൻ ഇങ്ങനെ പറയും, ഈ മനുഷ്യൻ ഇങ്ങനെ മൈ ലൈഫിൽ വന്ന ഞാൻ അങ്ങ് രക്ഷപ്പെടായിരുന്നു. ഇത് നമ്മളെ പല ആളുകളെയും ഒരു ചെറിയ തകരാറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അയാളെ ഞാൻ ലിസ്റ്റ് ചെയ്തു, അയാളെ പുറകെ നടന്നു, ഐഡിയ അടിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. അതിനുശേഷം ഞാൻ കണ്ട ഒരാളാണ് നമ്മളെ ഗ്രേറ്റ് CTC ലീഡർ ഉമർ ഉസ്താദ്. ഞാൻ രണ്ടാളെയും കുറച്ച് പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോ ഞാൻ ഈ ഷിഹാബ് എന്ന വ്യക്തിനെ ഞാനിങ്ങനെ ചോദിച്ചു, ഇയാളൊന്നും ബിസിനസ്സിൽ വന്നില്ലെങ്കിലോ, ഇയാൾ ബിസിനസ് വന്ന് പോയി തകർത്ത് ചെയ്യുക. ഇയാൾ കജാരിന്റെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആണ്. ഇയാൾ ഫീൽഡിൽ നന്നായിട്ട് പോകും, ആളുകളെ കൺവിൻസ് ചെയ്ത് നന്നായിട്ട് സംസാരിക്കും, നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷേ പിന്നെ ഞാൻ കണ്ട ഒരാളാണ് ഉമർ ഉസ്താദിനെ അയ്യൂബ് സാറേയും കൂട്ടി ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഉമർ ഉസ്താദ് ഒരു ചെറിയ ഒരു കള്ളിത്തുണിയും കുറേ ഓട്ടമുള്ള ഒരു ബനിയനും ഒരു തസ്ബിമാലയൊക്കെ ഇട്ട് ഒരു മുട്ടത്തലയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിച്ചോനെ എന്നപ്പോ എൻ്റെ മനസ്സിൽ ഇയാളാണോ മൈ ലൈഫിൽ പഠിച്ചോനെ, വേറെ ആരെയും കിട്ടിയില്ല അയ്യൂബ് സാർ. സത്യം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അയ്യൂബ് സാറിന് വേറെ ആരെയും കിട്ടിയില്ലേ, ഇയാളിനി എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളാണ്, ഇയാളൊക്കെ ശരിയാണ്. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയ്യൂബ് സാറിന് പുതിയ ആളെ കിട്ടിയല്ലേ, അപ്പോ പ്രായമുള്ള ഒരു ആള് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക, മൂപ്പർക്ക് കിട്ടിയ ഒരാള്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഇന്ന് ഷിഹാബ് എന്ന വ്യക്തി, ഞാൻ നല്ല ചെയ്ത് കോട്ടൊക്കെ ഇട്ട് നല്ല ബിസിനസ്സിൽ കജാരിയിലെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആയ ഇന്ന് വരെ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഒന്നിനും കൊള്ളൂല, കുറെ ഓട്ടുള്ള ബനിയനും ഒരു മല്ലിന്റെ തുണി ഒരു തസ്ബിയുള്ള ആള് ഇന്ന് CTC. അപ്പൊ നിങ്ങൾ ആരെയും പ്രീജഡ് ചെയ്യാൻ പോണ്ട. ലിസ്റ്റ് ചെയ്യുമ്പോൾ ആര് പറ്റും ആര് പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട പണി, നമ്മളോട് ലീഡർ പറഞ്ഞ പണിക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്തേക്കാം. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു 4 തരക്കാരെയും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. 1, കഴിവില്ല, താല്പര്യമില്ല.
ഇങ്ങനത്തെ ആളുകളുണ്ട്. ഒരു കഴിവുമില്ല, ഒരു താല്പര്യവുമില്ല. ഇവരെ നമുക്ക് ബിസിനസ്സിന് ആവശ്യമുണ്ട് ഉറപ്പായിട്ടും. വേണ്ടേ? ഒരു കഴിവുമില്ല, ഒരു താല്പര്യവുമില്ല. രണ്ടാമത്തെ കാറ്റഗറി ഏതാന്ന് പറഞ്ഞാൽ കഴിവുണ്ട് പക്ഷെ താല്പര്യമില്ല. നല്ല കഴിവുണ്ട്, അവർക്ക് താല്പര്യമില്ല. ഉമർ ഉസ്താദ് എന്താണെന്നറിയോ? കഴിവില്ലായിരുന്നു, കഴിവുണ്ടായിരുന്നു, താല്പര്യമില്ലായിരുന്നു തുടക്ക സമയത്തിൽ. പിന്നെ ഉമർ ഉസ്താദ് എന്തായി? കഴിവുള്ള ആളായി, താല്പര്യമുള്ള ആളായി. അതുകൊണ്ട് ആളൊന്ന് ലീഡറായി. ഷിഹാബ് എന്ന വ്യക്തിക്ക് കഴിവുണ്ട്, താല്പര്യമില്ല. പക്ഷെ അയാൾക്ക് എനിക്ക് താല്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിവില്ല, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, കഴിവുണ്ട്, താല്പര്യമില്ലാത്ത ആളുകൾ, താല്പര്യമുണ്ട്, കഴിവില്ല, ഇങ്ങനെ ആളുകളുണ്ട്. ബിസിനസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ സാറേ നിങ്ങൾ പറയുമ്പോൾ സ്റ്റേജിലേക്ക് കയറാൻ പറ്റൂല, നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ താല്പര്യമുണ്ട്. ഇതുകൊണ്ട് അപ്പൊ ഇവരെ നിങ്ങൾ ലിസ്റ്റിലൂടെ നിങ്ങളെ ലീഡേഴ്സിനെ കൊണ്ട വെച്ചിട്ട് അത് തരംതിരിച്ച് മനസ്സിലാക്കിയിട്ട് ലീഡർ പറഞ്ഞു തരും അവർക്ക് ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് കൊടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള രീതിയിലാണ് അവരെ അപ്രോച്ച് ചെയ്യേണ്ടത് ലീഡർ പറഞ്ഞു കൊടുക്കും. ആളെ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ മനസ്സിലാകേണ്ടത് കഴിവുണ്ട്, താല്പര്യമില്ലാത്ത ആളുകൾ നിങ്ങൾ മീറ്റിങ്ങിന് വിളിച്ചാൽ വരൂല. ഞാൻ ഉദാഹരണം പറഞ്ഞ് നിർത്താണ്. മീറ്റിംഗ് വിളിച്ചാൽ അവർ വരൂല. ഞാനിപ്പോ ഉദാഹരണം പറയാം. ദാരാനുസ്ഥാന് നല്ല കഴിവുണ്ട്, താല്പര്യമില്ലേ? ഞാൻ പറയും, ദാരാനുസ്ഥാദ് എന്തൊക്കെ വിശേഷം? പിന്നെ എന്നെ പൊട്ടീസാക്കാൻ ആള് പറയും, സാറ് വിളിച്ചത് മീറ്റിങ്ങിന്റെ കാര്യത്തിനായിരിക്കില്ല. നാളെ അപ്പൊ ഇങ്ങനെ പറയും. ഉണ്ടെങ്കിലും പരിപാടി ഇല്ലെങ്കിലും പറയണ്ടോ, നാളെ ചെറിയ പരിപാടി സാറേ, നാളെ പറ്റൂല, മറ്റന്നാളോ എൻ്റെ ഉമ്മന്റെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാകും. ഇവർക്ക് കഴിവുണ്ട്, താല്പര്യം ഉണ്ടാവില്ല. അവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പം പറയും, ചില സമയത്ത് നമ്മളോട് പറയും, എന്താ പറയാ, ചില ലീഡർമാർ പറയും, ബുധനാഴ്ച ഇപ്പൊ 3 മണിക്കോ, 3 മണിക്ക് ഞാൻ റെഡി ആയിരിക്കും. പക്ഷെ അവര് വരൂല. ഇങ്ങനെ കുറെ ആളുകളുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ട്. GTS വിളിച്ചാൽ രാവിലെ, നാളെ താമരശ്ശേരി GTS എപ്പോ 10 മണിക്കോ, 10 മണിക്കോ, ഞാൻ എന്നാ 10:30 എത്താം. അയാൾ വരൂല. ഇതെന്നാ, അയാൾക്ക് നല്ല കഴിവുണ്ടെങ്കിലും അയാൾക്ക് താല്പര്യം. അവരെ നമ്മൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത്? അവരെ കൊണ്ടുവരേണ്ടത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, നിങ്ങൾ അയാളെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ട്, നമ്മളോട് എപ്പോ വരാൻ പറഞ്ഞിട്ട്, വ്യാഴാഴ്ച 10 മണിക്ക് താമരശ്ശേരി എത്താന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ എന്ത് ചെയ്യണം? ആളെ എണീക്കുന്നതിന് മുമ്പ് പോകണം. എണീക്കുന്നതിന് മുമ്പ് അയാളെ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചിട്ട് അപ്പോ ആളെ എണീപ്പിക്കാം. ഞാൻ പോകുന്നത് എന്താ വെച്ചാൽ, എനിക്ക് കുറേ പരിപാടി, നമ്മൾ പറയേണ്ട കാര്യം എന്താ, കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്ന് വ്യാഴാഴ്ച വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ അങ്ങോട്ട് എന്നാ വേഗം എണീക്ക്, പല്ലേക്ക് കുളിപ്പിക്ക്, ചായ കുടിപ്പിച്ച് ഓനെ വണ്ടി കയറ്റി എടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം. അല്ലാണ്ട് ഓൻ വരൂല കേട്ടോ. ഇത് പറയുന്നില്ല, ഇത് ലീഡേഴ്സിന് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ടീമിൽ കഴിവില്ല, താല്പര്യമില്ലാത്ത ആളുകളുണ്ട്, കഴിവുണ്ട്, താല്പര്യമുള്ള ആളുകളുണ്ട്. കഴിവില്ല, താല്പര്യമില്ല, കഴിവുണ്ട്, താല്പര്യമില്ല, താല്പര്യമുണ്ട്, കഴിവില്ല, കഴിവുണ്ട്, താല്പര്യമുണ്ട്. ഈ കഴിവുണ്ട്, ചില ആളുകൾ കാണാം നല്ല കഴിവില്ലെങ്കിലും താല്പര്യമുണ്ടാവും. ഇവരെ ബെല്ലി സാർ ഉദാഹരണം പറയാം, കുതിരനെ മതി, നല്ല ഒടുക്കത്ത ഓട്ടോടും, പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കഴിവുണ്ട്, താല്പര്യമില്ലാത്ത ആള് ആനന്റെ മാതിരിയാണ്. ആനെങ്ങാൻ എണീറ്റാലേ ഓന് സർവവും ശരിയാക്കും. പക്ഷെ ഇവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട രീതി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതെപ്പോ നിങ്ങൾ ലീഡർ ആകുക, നിങ്ങൾ മെല്ലെ ടീമിനോട് ചോദിച്ച് നിങ്ങൾ ആ ലീഡറെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്, കഴിവുള്ള ആളും താല്പര്യമുള്ള ആളും, അവനെ കുറിച്ച് പറയില്ല സ്റ്റാർ എന്നാണ്, അവരെ നിങ്ങൾ അപ്ലൈ ലീഡേഴ്സിനെ മാക്സിമം ഉപയോഗിച്ച്, ഏറ്റവും നല്ല ലീഡർ ഉപയോഗിച്ചാൽ നിങ്ങളെ ടീം സെറ്റാവും. അതാണ് ലിസ്റ്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ പറയാൻ എൻ്റെ കയ്യിലുണ്ട്, ലിസ്റ്റ് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളെ അവസാനം വാർത്തകൾ ചുരുക്കത്തിൽ എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഒരു പുതിയ ആളുകളെ നമ്മളെ കൂടെ വന്നാൽ
അവരെ നമ്മൾ ചേർത്ത് കൊണ്ട് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മൾ പർച്ചേസ്, അവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്ത് അവരെ വീട്ടിലൊരു സിറ്റിംഗ് നടത്തുക. സിറ്റിംഗ് നടത്തിയിട്ട് നമ്മളെ വീട്ടിലെ അവരെ ഫാമിലിനെ പങ്കെടുക്കുക. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഇതാണ്, ഞാൻ കൂടെ ഉണ്ടാവും, നിങ്ങളെ ഫാമിലി സപ്പോർട്ടോട് കിട്ടിയാൽ മാത്രമേ ഇത് വിജയിക്കും, അപ്പൊ നമുക്ക് ഒരുമിച്ച് വരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്നിട്ട് നമ്മളൊരു ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യണം. ആ ഹോം മീറ്റിങ്ങിലേക്കാണ് നിങ്ങൾ എന്തുണ്ടാക്കേണ്ടത്, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സെലക്റ്റീവ്ഡ് ആയ ആളുകളെ നിങ്ങൾ ഹോം മീറ്റിങ്ങിലേക്ക് വിളിക്കുക. ഹോം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട പണി, നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ടേബിളിന്റെ മേലെ വെക്കരുത്. ടേബിളിന്റെ മേലെ വെച്ചിട്ട് മൂടി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, എല്ലാവരും വന്നതിന് ശേഷം അത് തുറക്കുക. എന്നിട്ട് ആ വീട്ടിലാള് എഴുതിയെങ്കിലും പഠിക്കുക. പിന്നെ പല വീട്ടിലും ഞാൻ കണ്ടത്, സാറ് പറഞ്ഞാൽ മതി, അപ്പൊ സാറ് പറയും നിങ്ങൾ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഒന്തിത്തള്ളി കളിക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഞാൻ ഇന്ന് ഒരു വലിയ അവസരം കേട്ടിട്ടുണ്ട്, അതെനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ ലീഡർ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ ഇതൊക്കെ കേൾക്കണം. ഈ വീട്ടിലേക്ക് വന്ന നിങ്ങൾ എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി പിന്നെ ഇന്ന് ഞങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത് ധാരാനി സാറാണ്. ധാരാനി സാറെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളൂ. ഇത് പറയാ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ധാരാനി സാർ അങ്ങ് പറയും. നിങ്ങൾ അവിടെ കോൺഫിഡന്റ് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ ആ പ്രോഗ്രാം കേട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യണം. പല ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമല്ലെങ്കിൽ GTS ഹോം മീറ്റിംഗ് നടത്താൻ പാടില്ല. ഏത് നമ്മൾ ഹോം മീറ്റിംഗ് നടത്തൂ, പിറ്റേന്ന് നമ്മളെ വൈക്ക് പോവും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളെ മൂർഖനെ തല്ലുകൊണ്ടാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഏടെങ്കിലും പോകണോ കടിക്കൂ. അതേപോലെയാണ് ഈ ബിസിനസ്സും. ആരെങ്കിലും ഈ ബിസിനസ് കേട്ടിട്ടുണ്ടോ, അവൻ്റെ ഉള്ളിൽ 2-10 എന്ന് പറഞ്ഞ് നടക്കുക. പക്ഷെ 2-10 ലക്ഷം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ആരെങ്കിലും വൈന്ന് പോകുന്ന ആളുകളോട് ചോദിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവര് പറയും ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട മുനിങ്ങി കുടുങ്ങിയതാന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല. 24 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. 24 മണിക്കൂർ മുമ്പ് ഫോളോ അപ്പ് ചെയ്തിട്ട് എഴുതി വെക്കണം, അയാൾ വന്നിട്ടില്ല. ആദ്യം തന്നെ നിങ്ങളെ വലിയ ലീഡറെ കൊണ്ടുപോകരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോളോ അപ്പിന് പോകുന്ന സമയത്ത് ആദ്യം വലിയ ലീഡറെ കൊണ്ടുപോകരുത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജില്ലാതലം, പിന്നെ ആദ്യം വാർഡ് തലം, പിന്നെ ജില്ലാതലം, പിന്നെ സംസ്ഥാന തലം, പിന്നെ നാഷണൽ ലെവൽ, ഇങ്ങനെ ഇതുണ്ടാവാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ മൈ ലൈഫിൽ വന്നു. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ മുബീൻ മുഹമ്മദ് സാറെ കൊണ്ടിട്ട് ഫോളോ അപ്പിന് പോകണ്ട. മുബീൻ സാറും ഇതെന്റെ ഗ്രേറ്റ് ലീഡർ, അയാൾക്ക് എന്ത് ഗ്രേറ്റ് ലീഡർ, മുബീൻ മുഹമ്മദ് സാറിന് അയാൾക്ക് മനസ്സിലാവില്ല. കോടിക്കണക്കിന് രൂപ കിട്ടുന്ന വേണ്ടാന്ന്. ആദ്യം ചെറിയ ആളെ കൊണ്ടുപോവാ, ആളെ പറ്റിയില്ല അടുത്ത ഫോളോ അപ്പിന് അടുത്ത ലീഡറെ കൊണ്ടുപോവാ, അത് കഴിഞ്ഞ് അടുത്ത ലീഡർ ഫോളോ അപ്പിന് അടുത്ത ഒരാൾ കൊണ്ടുപോവാ. ഇത് ഏറ്റവും ടോപ്പിൽ ആളെ കൊണ്ടുപോയി പിന്നെ നിങ്ങൾക്ക് പോകാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും താഴെത്തട്ടിലെ ആളെ കൊണ്ടുപോയി ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് നിർബന്ധമാണ്. എൻ്റെ ടീമിൽ ഒരു ഫസലുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട്. ആളെ മൈ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന് 18 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടാ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരും പറയാനുള്ളത്, ഫോളോ അപ്പ് മസ്റ്റാണ്, ഹോം മീറ്റിംഗ് മസ്റ്റാണ്. ഹോം മീറ്റിംഗ് നടത്താൻ പറ്റൂലെങ്കിൽ ബിസിനസ് തുടങ്ങരുത്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇതിൽ പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ ആണെങ്കിൽ 1000-500 കൊടുത്തിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങാം. കുളിക്കാനുള്ള പേസ്റ്റും സോപ്പും വീട്ടിലുള്ള നിലം തുടയ്ക്കാനുള്ള സാധനങ്ങളും. അതല്ല, നിങ്ങൾ ഇതൊരു ബിസിനസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളതും നമ്മളെ വീട്ടുകാർക്കും നമ്മളെ ബന്ധുക്കൾക്കും ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങി വെച്ചിട്ട് നല്ല ഓരോ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്ത് നല്ലൊരു ലിസ്റ്റ് മേക്കപ്പ് ചെയ്ത് നിങ്ങൾ തുടങ്ങണം എന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾ തുടങ്ങിയത് വ്യർത്ഥ. നിങ്ങൾ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ടിയല്ല, ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ഒരു കാരണക്കാരനായതാണ് എനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കില്ല. കുറെ ലീഡേഴ്സ് ഉണ്ട്, അവരെയും കൂടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. നിങ്ങൾ ചെയ്യേണ്ടാത്തതും ചെയ്യേണ്ടതും ഉണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കണം, അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ഉൽപ്പന്നങ്ങൾ വാങ്ങണം, വീട്ടിൽ വിസിറ്റ് നടത്തണം. ലീഡർ വിസിറ്റ് നടത്തിയില്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ വിളിക്കും. സാറേ ആ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ വീട്ടിലേക്ക് വരാം, നിങ്ങൾ എന്താ വരാത്ത, വീട്ടിലേക്ക് വിളിക്കണമെന്നേ. വിളിച്ച് ഇരുത്തിയിട്ട് സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പറഞ്ഞു കൊടുക്കി, എൻ്റെ ഭാര്യക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, എൻ്റെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരെല്ലാവരോടും കൂടി എല്ലാവരോടും കൂടിയിട്ട് നമ്മൾ ഒരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. ഈ ഹോം മീറ്റിങ്ങിലെ നിങ്ങളെ വിജയിപ്പിക്കാൻ പറ്റിയ ആൾ വരും. അതിന് വേണ്ടിയിട്ട് ഈ പണി ചെയ്യണം. ഇതൊരു തുടക്കക്കാരായ ആൾ ചെയ്തെങ്കിൽ മാത്രം ഇതിൽ വിജയിക്കും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ്. നമ്മളെ ലീഡേഴ്സ് ഉണ്ട്, ലീഡേഴ്സിന് ഈ പ്രോഗ്രാം ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊരു പ്രോഗ്രാമില്ല, കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ധാരാനി സാർ നിൽക്കട്ടെ. അതുപോലെ ചേറു സാർ ഇതിലുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഒക്കെ ആൻഡ്രൈസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക്
ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മോർണിംഗ് മീറ്റും നിങ്ങളുടെ ലീഡേഴ്സിനെ കൂട്ടിയിട്ട് ഒരു സൂമിൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലായി ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് ചോദിച്ച് പഠിക്കണം. ഇത് നമ്മളെ ബിസിനസ്സാണ്. ഇത് നമ്മളുണ്ടെങ്കിലേ നമുക്ക് ബിസിനസ് ഉണ്ടാവും. നമ്മൾ നാളെ വലിയ ലെവലിലേക്ക് മാറിയാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് ചെറൂർ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ചെറൂർ സാർ. താങ്ക് യു ഷായ് സാറേ. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 10ഓളം ബിസിനസിന്റെ കാര്യം ഒരു പഴയ ഒരു 800 കാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കഴിവൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അവസാനം ഞാൻ ചെയ്ത കച്ചവടം മീൻ കച്ചവടം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എൻ്റെ കൂടെ എന്നോട് അസോസിയേറ്റ് ചെയ്ത STC ലീഡർ എല്ലാവരും വാങ്ങാത്ത കൊണ്ടാണ് ഞാൻ STC പറയുന്നില്ല. RTC ആൻഡ് അബവ് ലീഡേഴ്സും ഒക്കെ ഇന്ന് സ്വന്തം കാറിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എല്ലാവരും. STCകൾ കുറെ വാങ്ങിച്ചു. ഞാൻ STCകളെ പറയാത്ത എല്ലാ STC ആയില്ല. അതുകൊണ്ടാണ് RTCന്റെ മേലെ എല്ലാ ആളുകളും സ്വന്തം കാറിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും കിട്ടുമോ എന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുക. നിങ്ങൾ എല്ലാ ആളുകളോടും നിങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, വീട്ടിൽ ഹോം മീറ്റിംഗ് എടുക്കുക, ലീഡർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കുക. സാർ അതിക്ക് പഠിക്കണം, ഇതിക്ക് പഠിക്കണം, അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്താൽ നമുക്ക് വേഗത്തിൽ വിജയിക്കാൻ പറ്റും. എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും. എന്തെങ്കിലുമൊക്കെ പറയാൻ ആളുകൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവസാനിപ്പിക്കാൻ സമയം ഒരുപാടായി. എന്തായാലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്രേറ്റ് ഇന്ന് ഏവർക്കും സുപരിചിതമായ സൂമിൽ നിറസാന്നിധ്യമായ നമ്മളെയൊക്കെ മെൻറ്ററും ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഒരുപാട് മേഖലകളിൽ ആയുർവേദ, ഇജാം, അക്യുപ്രഷർ, പാരമ്പര്യ വൈദ്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മേഖലയിലും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ സംസ്ഥാന തലത്തിലൊക്കെ പ്രവർത്തിച്ച് ഇന്ന് കമ്പനിയുടെ ഞങ്ങൾ നേരത്തെ ദാരാനി ഉസ്താദ് ഞാൻ വിളിച്ച് അങ്ങനെ ദാരാനി ഉസ്താദ് എന്നുള്ളത് ദാരാനി സാറ് എന്നായി ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ. അങ്ങനെ പറഞ്ഞാൽ ഇന്ന് കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് അംഗം, കമ്പനി നടത്തുന്ന പുതിയ ആളുകളായി വന്നിട്ട് ഇന്ന് കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലേക്കും അഡ്വൈസറി ബോർഡ് ആവുന്ന സമയത്ത് ഇനി ഏതൊരു ഉൽപ്പന്നങ്ങൾ വന്നാലും ഇവരെ കൈകളിലേക്ക് ആദ്യം വരും. ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഡ്വൈസറി ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടാണ് തീരുമാനിക്കുക. അത്ര ലെവലിലേക്ക് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്വൈസറി ബോർഡ് അംഗത്തിൽപ്പെട്ട നമ്മുടെ ദാരാനി സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ദാരാനി സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഷായ് സാർ. സൂപ്പർ ആയിട്ടുണ്ട് ഇന്നത്തെ പ്രോഗ്രാം. ഇന്ന് ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ നമ്മളെല്ലാരും കൂടി ആയൊരു ദിവസം. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റുകൾ ഇല്ലാതെ കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചെറു സാർ പറഞ്ഞ പോലെ തന്നെ, കാരണം നമ്മുടെ ഉൾവീര്യം നിറഞ്ഞ വാക്കുകൾ കേട്ട്, കാരണം ഏതൊരാളെയും ഫോളോ അപ്പ് ചെയ്ത് ഇതിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ്, നമ്മളെ അയ്യൂബ് സാർ എടുത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ സ്ഥിരമായി പ്രോഗ്രാമിലുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നേടുന്ന. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ടീമിന്റെ ഒരു പ്രോഗ്രാമിന് അയ്യൂബ് സാറെ വിളിച്ചിട്ട് അയ്യൂബ് സാറോട് കുറെ ചോദ്യങ്ങൾ വന്നു. ഓരോരുത്തരുടെ ചോദ്യങ്ങളും കേട്ടതിന് ശേഷം അയ്യൂബ് സാർ പറഞ്ഞത്, നിങ്ങൾ പ്രൊഡക്റ്റ് ഒന്നും എടുക്കണ്ട, നിങ്ങൾ ആളുകളെ ചേർത്തും വേണ്ട. അപ്പൊ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായല്ലോ. കാരണം എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് കൊടുക്കേണ്ട, ആളെ ചേർത്തും വേണ്ടല്ലോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞ, പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി. പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഈ ആള് ചേർന്നുള്ള ഗുണം എന്താണ്, പ്രോഗ്രാമിൽ ഗുണം ചെയ്യുന്നത് എന്താണ്, പ്രൊഡക്റ്റിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ പഠിയുള്ളൂ. നമ്മൾ നിരന്തരം ഇതിലുണ്ടാവുക. നമ്മളെ ഈ എണ്ണയിട്ട യന്ത്രം പോലെ എന്ന് പറയില്ലേ, ഈ യന്ത്രത്തിന് ചിലപ്പോൾ എണ്ണ മാത്രമല്ല, കണ്ണുനീരും വേണ്ടി വരും, ചോര വേണ്ടി വരും, വിയർപ്പ് വേണ്ടി വരും. ഇതിന്റെ ഇന്ധനം ഇതൊക്കെയാണ്. ഇതൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്താലുണ്ടല്ലോ വല്ലാത്ത വിജയം ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ, പ്രൂവ് RTC പോലെയുടേസ് ഒക്കെ സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുന്നു. അപ്പൊ നിങ്ങൾ RTC ആകുമ്പോഴേക്കും ഇതിലേക്ക് എത്തുന്നു, ടെൻഷൻ വേണ്ടാന്ന് അത്രേ പറയേണ്ടേ ഉള്ളൂ. ഞാൻ ഇന്നലെ കോട്ടക്കലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാണ്ടിക്കാട് പോയതാ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മലപ്പുറം വഴി കോട്ടക്കൽ വഴി മഞ്ചേരി വഴിയാ വരുന്നത്. എന്റെ ബാക്കിലുണ്ട് ഒരാൾ ഇങ്ങനെ ഓണടിച്ച് വരുന്നത്. ഞാൻ വല്ല ആംബുലൻസ് ആണെന്ന് വിചാരിച്ചിട്ട് മാറിക്കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് ആംബുലൻസ് ഒന്നുമല്ല. പിന്നെ ഞാൻ എന്റെ സ്പീഡിൽ പോവാ. പിന്നെ ഇയാൾ ഇങ്ങനെ ഓണടിച്ചിട്ട് ഇന്നിങ്ങനെ ശല്യം ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ വിചാരിച്ചു എന്ത് അലാക്കാണോ, ഞാൻ ആരെങ്കിലും ഇടിച്ചു പോന്നോ, ഏതെങ്കിലും വണ്ടിക്ക് ചാരി പോന്നോ, എന്താ ഇപ്പൊ ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇയാൾ ഇന്നെങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കും, പിന്നെ ഓവർടേക്ക് ചെയ്യാതെ വീണ്ടും ബാക്കോട്ട് നിൽക്കും. എനിക്ക് ടെൻഷനായി. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ ചിരിച്ചുകാണ്ട് ഇങ്ങനെ ആക്കി കുറച്ച് മുമ്പിലേക്കാണ് പോയി.
എന്നിട്ട് അയാൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റോട്ട് ഇങ്ങനെ അയാൾ നിർത്തുകയാണ്. അപ്പൊ ചിരിച്ചപ്പോ എനിക്ക് മനസ്സിലായി പ്രശ്നമൊന്നും ഇല്ല എന്ന് മനസ്സിലായി, എന്നെ അറിയുന്ന ഒരാളായിരിക്കും എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ അസോസിയേറ്റ് ആണോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ അയാൾ സൈഡാക്കിയപ്പോ ഞാനും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ബാക്ക് വാഹനങ്ങൾ ഉണ്ടോന്നൊക്കെ നോക്കി ഞാനും സൈഡാക്കി. അയാൾ വേഗം ഇറങ്ങി വന്നിട്ട് വീഡിയോ എടുക്കുകയാണ് എന്നെ. വീഡിയോ എടുത്തിട്ട് പറയാണ്, ഇതാ ഈ വണ്ടിയുടെ ഓണർ ഇതാണ് കേട്ടോ, ഞാൻ എന്നോട് പറഞ്ഞൊന്നും വിചാരിക്കണം, ഞാൻ നിങ്ങളെ വണ്ടി ഒന്ന് വീഡിയോ ചെയ്യാണ്, നിങ്ങൾ ആ ബാക്കിൽ നെവർ എവർ ഗിവ് അപ്പ് എന്ന് എഴുതി വെച്ചിട്ടില്ലേ, അത് കണ്ടപ്പോ എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പൊ അയാള് ഞാൻ ആരാ ഡ്രൈവർ നോക്കിയിട്ടല്ല, നെവർ എവർ ഗിവ് അപ്പ് എന്നാണ് എന്റെ വണ്ടിമേൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. പരാജയം സമ്മതിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. പരാജയം സമ്മതിക്കരുത് എന്ന്, മറ്റൊരാളെ വിജയിക്കാൻ വിട്ടുകൊടുക്കരുത് എന്ന് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്റെ ടീം വിജയിക്കരുത് എന്നാവോ? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. എന്റെ ടീം വിജയിക്കരുത് എന്ന് അതിനർത്ഥം വെക്കുമോ? ഇല്ല. എന്റെ ടീം എന്നല്ല, ആരുടെ മുമ്പിലും പരാജയപ്പെടാൻ നമ്മൾ വിട്ടുകൊടുക്കരുത് എന്നാണ് എന്റെ അർത്ഥം. എന്നിട്ട് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തു, നിങ്ങൾ ഇത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, അതിന്റെ മേൽഭാഗങ്ങൾ വായിച്ചില്ലേ? ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം, ക്രിയേറ്റ് ഇറ്റ് എന്നാണ്. നിങ്ങൾ നല്ലൊരു സമയം വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്, അത് നമ്മൾ ഉണ്ടാക്കുക വേണ്ടിയത് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഓ അത് പലതും ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ സുഹൃത്തുക്കൾക്ക്, ഒരു ജിമ്മനാണ് ആള്, ബോഡി ഷേപ്പൊക്കെ ഉള്ള നല്ല ടൈറ്റ് പാന്റും ഇതൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പർ മനുഷ്യനാണ്. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യണത്? അയാൾ പറഞ്ഞു, ഞാൻ ബിസിനസ് ആണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു, ബിസിനസ്സിൽ ഏത് ബിസിനസ് ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബിസിനസ് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ ഇല്ലാതായാൽ ആ ബിസിനസ് ആര് നോക്കും? അല്ല, അപ്പ ആരും നോക്കുമൊന്നുമില്ല. അപ്പൊ എവിടുന്ന് വരുമാനം ഉണ്ടാവും? അങ്ങനെ വരുമാനം ഉണ്ടാവുമൊന്നുമില്ല. എന്നാ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ചേരം മാറി നിൽക്കുക പറഞ്ഞു. എനിക്ക് ടൈമില്ല, ഒരു 5 മിനിറ്റ് സംസാരിക്കട്ടെ പറഞ്ഞു. അയാൾക്ക് നമ്മളെ ബിസിനസ് പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ മുമ്പിൽ കുറച്ച് കാട്ടിലെ ചെടികൾ, 5-6 ചെടികൾ പറിച്ചെടുത്ത് എന്തിനുള്ളതാന്ന് നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയോ ചോദിച്ചു. ഇതിന്റെ ഗുണം എന്താ, ഇതിന്റെ പേരെന്താ, ഇതിന്റെ ഇംഗ്ലീഷ് പേര് എന്നതാണ്, സംസ്കൃതം എന്നതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ നമ്പർ തരണം എന്നാണ്. ഞാൻ എന്റെ നമ്പർ നിങ്ങൾക്ക് തരാം, എന്റെ പരസ്യങ്ങളൊക്കെ തരാം, പക്ഷെ നിങ്ങളെ നമ്പർ ഞാൻ വാങ്ങൂല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഉപയോഗപ്പെടുത്താം, ഞാൻ ഇനി റൂട്ടിൽ ഇത്രയും വരുമാനമുള്ള ഒരാളാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ, നിങ്ങളെ കുടുംബത്തിന് വേണമെങ്കിൽ, സുഹൃത്തുക്കൾക്ക് വേണമെങ്കിലും ഒക്കെ പരിചയപ്പെടുത്തി തരാം ഈ അവസരം. നവംബർ 1 പ്രോഗ്രാമിൽ നിങ്ങൾ ഉണ്ടാവണം. ഓക്കെ, 1000 രൂപ ടിക്കറ്റ് അല്ലേ, ഞാൻ റെഡി, ഞാൻ എന്റെ കൂടെ ആളുണ്ടാവും കേട്ടോ, നിങ്ങളെ കൂടെ ഞങ്ങൾക്ക് കൂടണം കേട്ടോ എന്ന് പറഞ്ഞു. ഇത്ര ഉള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കുന്ന മേഖലയിൽ എത്തണമെങ്കിൽ നമ്മൾ അച്ചീവ്മെന്റുകൾ കാട്ടിക്കൊടുക്കണം. ഞാൻ കാർ എടുക്കും, ഞാൻ 5 ലക്ഷത്തിന് വീട്, 50 ലക്ഷത്തിന് വീടേറ്റ് പറഞ്ഞെടുക്കല്ലേ ചെയ്യാം. നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് ഇവിടെ പറയേണ്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുമ്പോഴൊന്നും ഞാൻ എന്റെ അച്ചീവ്മെന്റ് തന്നെ പറയാറില്ല. കാരണം എന്താ, ഞാൻ ആറ്റുനോറ്റൊരു മോട്ടോർ സൈക്കിൾ എടുത്ത് 1.5 ലക്ഷത്തിന് പണ്ട് ഉമർസ്താവ് പറഞ്ഞു, അതൊന്നും ഗ്രൂപ്പിൽ ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാനം കെട്ടിയില്ല. അതിലും വലുതിപ്പോ എന്താ? 1.5 ലക്ഷത്തിന്റെ ഒരു മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് എന്റെ മൈ ലൈഫ് നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എടുത്തെന്ന് പറയാൻ വിചാരിച്ചിരിക്കുമ്പോ ഈ സാധു മനുഷ്യൻ എന്നോട് വന്ന് പറയാണ്, അതൊന്നും ഇടാൻ നിൽക്കണ്ട, നിങ്ങളൊന്നുമില്ല SHC ലീഡർ അല്ലേ, അപ്പൊ നിങ്ങളൊന്നും ഇതൊന്നും നേടിയാ പോരാന്ന്. അന്ന് തന്നെ ഞാൻ അതിന്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഒരു 35,000 രൂപയുടെ മൊബൈൽ എടുത്ത് അത് ഇടാൻ വിചാരിച്ചു. അതൊന്നും ഇട്ടണ്ട, അതൊന്നൊക്കെ മോശമാണ് എന്ന്. പിന്നെ ഞാൻ മിനി സെയിലിംഗ് അച്ചീവർ ആയപ്പോ ബിജു സാർ പറയാണ്, അതൊന്നും അല്ല, നിങ്ങൾക്കൊക്കെ ലക്ഷങ്ങൾ വരേണ്ട സമയമാണ്, ഇപ്പൊ ഈ മിനി സെയിലിംഗ് അടിച്ചൊന്നും ഗ്രൂപ്പിൽ ഇടണ്ടാന്ന്. അപ്പൊ ഞാൻ ഉമർസ്ഥാനോട് ചോദിച്ചു, അപ്പൊ നിങ്ങളെ കാറോന്ന് ചോദിച്ചു. എന്റെ കാറ് ഞാൻ മാറ്റാൻ നിൽക്കാണ്, ഞാൻ ഇപ്പൊ മീറ്റിങ്ങിനൊക്കെ പോയാൽ കുറെ വിട്ട് കൊണ്ടുപോയിടലാണ്. കാരണം അറ്റങ്ങളെ കാറിന്റെ അടുത്ത് കൊണ്ട് നമ്മൾ കാറ് നിർത്താൻ പറ്റൂലെന്ന്. അപ്പൊ ഉമർസ്ഥാൻ ആ ബോധ്യം കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഉമർസ്ഥാൻ എന്നോട് ഈ ചലക്കണതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പിടുത്തം വിട്ട കമ്പനിയാണ്, ഇനി അവിടെ പോയി ചോദിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. ഇപ്പൊ ഞാൻ 15 ലക്ഷത്തിന്റെ കാർ എടുത്തിട്ട് സങ്കടപ്പെട്ടാണ്, അതെങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കിയിട്ട് വേണം എന്റെ മേലുള്ളതൊന്നും എടുക്കാൻ. ഇപ്പൊ എന്റെ കാർ ഷെഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കാർ നിർത്താനുള്ള സ്ഥലം ഉണ്ടാക്കാനാ പറഞ്ഞിട്ടുള്ളത്. എന്റെ മനസ്സിൽ ഉറപ്പുണ്ട്, എന്റെ ഒറ്റ കാർ ആവൂല ഇവിടെ വരിക, 2 കാർ തന്നെ വേണം. അതിന്റെ മേലെ എന്തൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അതൊക്കെ കാണിച്ചു തരാൻ പറ്റുക മാഹിതമായ ഒരു ബിസിനസ്സിലാണ് നമ്മൾ വന്നപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട അയ്യൂബ് സാറൊക്കെ ഇന്ന് ലക്ഷദ്വീപ് നിന്ന് വന്നുകൊണ്ടിരിക്കുക. ലക്ഷദ്വീപ് എന്നല്ല, നമ്മൾ എവിടെ ലോകമുണ്ടോ അവിടേക്കൊക്കെ ഈ യുണീക്ക് ID, നമ്മുടെ ഈ 10 ID എത്തിച്ചേരും. ഇന്ന് എന്റെ പ്രിയ സുഹൃത്ത് ഇവിടെ ഒരു ചികിത്സകൻ ഇരിക്കുന്നുണ്ട്, അതായത് ബാംഗ്ലൂരിൽ നിന്ന്. എന്നും ഒരു മീറ്റിംഗ് ഒഴിവാവാതെ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ, അദ്ദേഹം ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല്, അദ്ദേഹത്തിനൊക്കെ ഈ ബിസിനസ് ഞാൻ കൊടുത്തത് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ മൂത്തച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ ആളാണ് കേട്ടോ, എന്നെ ചൂണ്ടി കാണിച്ചു കൊടുത്തു. കയ്യേക്കണോടത്തുനിന്ന് പരിചയപ്പെട്ടതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് കയ്യേക്കുമ്പോ പരിചയപ്പെട്ട ബന്ധമുള്ളൂ. അയാളും അയാളെ ഭാര്യയും ഇന്ന് ബാംഗ്ലൂരിൽ ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.
എന്നും ഫോളോ അപ്പ്. എന്റെ വീട്ടിലൊരു ദിവസം അതിഥിയായിട്ട് വന്നു. ബെൽനിസാറെ കോഴിക്കോടത്തെ പ്രോഗ്രാമും കേട്ട് പോയത്. ആ ഊർജത്തിലും തന്റെ ഇടത്തിലും അദ്ദേഹം ഇന്ന് ഇറങ്ങി തിരിച്ചു. അതാ പറഞ്ഞേ, എല്ലാ കഴിവും ഉണ്ടായിട്ട് പ്രവർത്തിക്കാത്തവരുണ്ടാവും. കുതിരനെ പോലെ എന്ന് ബെൽനിസാർ പറയാറില്ലേ, നല്ല ഓടണോര് ചിലവുണ്ടാവും, ചില കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ കുതിര ഓടുമ്പോ കുതിരക്ക് ഇങ്ങനെ ഒരു കടിഞ്ഞാണ് വെച്ചതിന് പറഞ്ഞ ഒരു പട്ട കെട്ടി കൊടുക്കും കണ്ണിന്റെ നേരെ. എന്തിനാന്നറിയോ? കുതിര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കൊടുക്കെങ്കിലൊക്കെ ഓടുന്ന ഒരു സ്വഭാവം ഉണ്ടായിന്. പക്ഷെ പട്ട അങ്ങനെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മുമ്പ് മാത്രമേ കാണുള്ളൂ, സൈഡിൽ നോക്കിയാൽ കാണൂല. അപ്പൊ മുമ്പൊക്കെ അങ്ങനെ പോയിക്കോളും. നിങ്ങൾ കുതിര പടയാളികള് കുതിരനെ ഓടിക്കുന്നിടത്ത് പോയി നോക്കിയാൽ മനസ്സിലാവും. ഒരു ചട്ട അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഫോക്കസിങ് കിട്ടാൻ വേണ്ടി, അത് പോണോടത്തേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ദയവ് ചെയ്ത് ഞാൻ പറയാണ്, ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഷാഹിർ സാർ, മയൂബ് സാറൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഊർജം, November 1 ഞാൻ സ്റ്റേജിൽ കയറുന്നു നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഈ പണി നിർത്തിക്കോളി. സ്റ്റേജിൽ കയറാൻ നിങ്ങൾക്ക് എന്ത് തടസ്സമുള്ളത്? നിങ്ങളെ ലീഡർ ശരിയല്ലേ? നിങ്ങളെ ലീഡറുടെ ലീഡർ ശരിയല്ലേ? നിങ്ങളുടെ ലീഡറുടെ ലീഡർ ശരിയല്ലേ നോക്കിയാൽ മതി. 3 ലീഡറും ശരിയല്ലെങ്കിൽ മൈ ലൈഫ് ഒഴിവാക്കിട്ടോ പോ, വേറെ പണി നോക്കാം. ഇപ്പൊ നമ്മൾ നേരെ മേലെ ലീഡർക്ക് എന്തെങ്കിലും പന്തികേടുണ്ടെങ്കിൽ അപ്പുറത്തെ ലീഡറെ പിടിക്കണം. ചിലപ്പോ ഇന്ന അപ്ലൈൻ ആയിട്ട് കൊണ്ടുവന്ന ആൾ കണ്ണ് കാണാത്ത ആളാണെങ്കിലോ, അയാൾക്ക് കണ്ണ് കാണൂല അറിഞ്ഞിരിക്കുക, അയാൾക്ക് ചെവിടേക്കൂല അറിഞ്ഞിരിക്കുക, അയാൾക്ക് മന്താണ് അറിഞ്ഞിരിക്കുക, അയാൾ പൊട്ടനാണ് അറിഞ്ഞിരിക്കുക. അയാളുടെ മേലുള്ള ലീഡറെ കൂട്ടിപ്പിടിച്ച് ആ സാധുവായ കണ്ണ് കാണാത്ത ആൾക്ക് കണ്ണായി മാറണം നമ്മൾ. കാലില്ലാത്തവന്റെ കാലായി മാറണം നമ്മൾ. ഹൃദയമില്ലാത്തവന്റെ ഹൃദയമായി മാറണം നമ്മൾ. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് രക്തത്തിൽ അലിഞ്ഞാൽ മതി എന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ മനസ്സിലാക്കിയിരുന്നത്. രക്തം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ O പോസിറ്റീവ്, B പോസിറ്റീവ്, MI ലൈഫ് പോസിറ്റീവ് വന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അതൊന്നുമല്ല. എനിക്ക് ഇന്നലെ കിട്ടിയ പുതിയൊരു ആത്മീയ ജ്ഞാനിയായ വലിയൊരു മഹാനെ കാണാൻ ഞാൻ പോയി. ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുള്ള വ്യക്തി അദ്ദേഹം. അദ്ദേഹത്തിന് ഇതൊരല്പസമയം ഇരുന്നപ്പോ എനിക്ക് മനസ്സിലായത് എന്താ അറിയോ?